ഇനി നമ്മൾ അടുത്തടുത്ത് താമസിച്ചാൽ ശരിയാവില്ല. മാത്രമല്ല അശ്വതിയും മേരിയും ഇനി ഒരുമിച്ച് ജോലി ചെയ്താ രണ്ടുപേരുടെയും ജോലി നഷ്ടമാവും. അതെ, ഇപ്പൊ തന്നെ എന്തുമാത്രം കൈയും കാലും പിടിച്ചത് കൊണ്ടാണെന്നറിയോ ആ മാനേജർ ആക്ഷൻ ഒന്നും എടുക്കാതിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീട് മാറാൻ പോവാ. പിന്നെ എങ്ങനെയെങ്കിലും അശ്വതിക്ക് ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പോകണം. നിനക്ക് തിരുവനന്തപുരത്തേക്കല്ലേ പോവേണ്ടത്? അതെ. അപ്പോ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ പേടിക്കണ്ട, അത് എളുപ്പം ശരിയാക്കാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം ബ്രാഞ്ചിലേക്ക് ഒരു ട്രാൻസ്ഫർ വേണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അതെ, പക്ഷെ എങ്ങനെയാണെന്ന് പറ. അതൊക്കെ പറയാം, നീ വാ. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. തക്കറിയ ഇത് പരിചയപ്പെടുത്തണ്ട, നല്ലതുപോലെ പരിചയപ്പെട്ടതാണ്. അയ്യോ, അന്ന് അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. വിശദീകരണം ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. നീ വെറുതെ ഉടക്കുണ്ടാക്കണ്ട. നിന്റെ ഭാര്യയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം ശരിയാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതേടാ. അയ്യോ, ഇങ്ങനെ വന്ന കാലത്ത് തന്നെ നിന്നാലോ? വന്നട്ടെ, കേറി ഇരുന്നട്ടെ. എന്റെ നാട് തിരുവനന്തപുരമാണ്. അശ്വതിക്ക് അങ്ങോട്ടൊരു ട്രാൻസ്ഫർ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ മിസ്സസ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ ട്രാൻസ്ഫറിന് ശ്രമിച്ചൂടെ? ഈ ഒരു വാർത്ത കേൾക്കാൻ എത്ര നാളായെന്നറിയാവൂ എന്റെ ഈ രണ്ട് ചെവികളും കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പൊ കേട്ടോ? ഓ കേട്ടോ. അപ്പൊ സംഗതി ക്ലീൻ. ഉണ്ണിയും ഭാര്യയും സന്തോഷമായിട്ട് ഇവിടെ കഴിയുമ്പോ ബാലുവും ഭാര്യയും സന്തോഷമായിട്ട് തിരുവനന്തപുരത്ത് കഴിയുന്നു. ഒരു ആത്മാർത്ഥ സുഹൃത്തെന്ന നിലയിലും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിലും ഞാൻ അത്രയും സന്തോഷിക്കും. സക്കരയ്ക്ക് സന്തോഷം കൂടും. ഈ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ നടന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സക്കരയും മേരിയായിരിക്കും. താൻ എന്തൊക്കെ ഈ പറയുന്നത്? ആത്മാർത്ഥ സുഹൃത്തിന്റെ വഞ്ചനയെ പറ്റി. എന്നെ ഇവിടുന്ന് ഒഴിവാക്കി അയാളുടെ ഭാര്യയെ സൂപ്രണ്ട് ആക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് അയാളെ കാണിക്കുന്നൊക്കെ. അല്ല, സൂപ്രണ്ട് റിട്ടയർ ആകാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ആ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എനിക്കാ. ഈ സമയത്ത് ഒരു ട്രാൻസ്ഫർ ശരിയാക്കി തന്നത് സ്നേഹക്കൂടുതലുണ്ടാണെന്ന് ബാലോട്ട് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, എനിക്കൊരു ആവശ്യം. പഴയ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരും പറഞ്ഞ് നമ്മളെ രണ്ടുപേരും വിഡ്ഢികളാക്കി അവളെ സൂപ്രണ്ടാക്കി വാഴിക്കാമെന്നായിരിക്കും അയാൾ കരുതിയിരിക്കുന്നത്. ഇനിയിപ്പോ അവന്റെ ഉദ്ദേശം അതാണെങ്കിലും സാരമില്ല. എന്തായാലും നമുക്ക് നാട്ടിലേക്ക് പോയല്ലേ പറ്റൂ. താൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ എഴുതി കൊടുക്കും. നാട്ടിലേക്ക് പോകുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലുട്ടിന് ആദ്യം ആ നേതാവിനെ ഒന്ന് കാണണം. നേതാവ്? ഏത് നേതാവ്? ബാലുട്ടിന്റെ ഒരു പേഷ്യന്റ് ഇല്ലേ, ആ കണാരൻ. ആ വലിയ രോഗി. ആ, അയാൾക്ക് ഹെഡ് ഓഫീസിൽ നല്ല പിടിപാടാന്നാ കേട്ടത്. അയാള് വിചാരിച്ചാ എനിക്ക് പ്രൊമോഷൻ കിട്ടും. ഒരു പ്രൊമോഷന്റെ പേരും പറഞ്ഞ് ഇവിടെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണമെന്നാണോ താൻ പറയുന്നത്? നാട്ടിൽ നമുക്ക് ബാലോട്ട, ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ ഒരു കാര്യത്തിന് പോലും ബാലോട്ട എന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടറെ, നമ്മളൊരു നേതാവിന് മരുന്ന് കൊടുത്തില്ലേ, അത് മാറിപ്പോയെന്നാ തോന്നുന്നേ. അയ്യോ, അയാൾ കുറെ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. എവിടെ? അല്ല, ഡോക്ടർ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ആര് ചികിത്സിച്ചിട്ടും മാറാതിരുന്ന എന്റെ വലിയ രോഗം മാറ്റി തന്നത് ഡോക്ടറാ. ആ ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷനോ മറ്റോ ശരിയാക്കാനുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് വിചാരിച്ചോ? അയ്യോ, അത് ഒരു വാക്ക് ഡോക്ടർക്ക് എന്നോട് പറയാമായിരുന്നില്ല. ഇപ്പോ ഡോക്ടറുടെ ഭാര്യ പറഞ്ഞിട്ടാ ഞാൻ ഈ വിവരം അറിയുന്നത്. മിസ്സസിനോട് ഞാൻ പറഞ്ഞു പ്രൊമോഷൻ കിട്ടുമെന്ന് എന്നെ കൂട്ടിക്കോളാൻ. അല്ല, അതിപ്പോ ഡോക്ടർ ഒന്നും പറയണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. ഈ കണാരം വിചാരിച്ചാലും ചിലതൊക്കെ ന്യൂ ഇന്ത്യ കെമിക്കൽസിൽ നടക്കും. നടത്തും. അല്ല, ഇക്കാര്യത്തിൽ നേതാവ് ബുദ്ധിമുട്ടണമെന്നില്ല. അല്പം ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഡോക്ടർക്ക് അറിയില്ല കഴിഞ്ഞ തവണ എനിക്ക് സീറ്റ് കിട്ടാതിരുന്നത് ആ നശിച്ച വലിവുകൊണ്ടാ. ദേ, ഇന്നലെ ഞാനൊരു തീപ്പൊരി പ്രസംഗം നടത്തി. എനിക്കതിന് സാധിച്ചത് ഡോക്ടർ കാരണം. എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ഇങ്ങനെ ഒരു അവസരം കിട്ടി. അത് ഞാൻ പാഴാക്കില്ല. അയ്യോ, അത് അല്ല നേതാവ്, ഞാൻ ഡോക്ടർ ഒന്നും പറയണ്ട. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ സാറേ, പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
ഇത് സാറിന്റെ ടേബിളിൽ വെച്ചു. ഉണ്ണികൃഷ്ണ 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 വൃത്തികെട്ട താൻ ഏത് ലോകത്താണോ? വാവും പ്രതിഫലവും നോക്കിയിട്ടാണ് താൻ ഓഫീസിൽ വരാറ്. വരുന്ന ദിവസം മുഴുവൻ കുത്തിയിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണാൻ പോയാലോ? മനഃപൂർവ്വം കണ്ടതല്ല സർ, അറിയാതെ കണ്ടുപോയതാണ്. അറിയാതെ സ്വപ്നം കാണാനുള്ള സ്ഥലമല്ല ന്യൂ ഇന്ത്യ കെമിക്കൽ. സത്യമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല സർ. ഇനിയും വല്ല സ്വപ്നവും വന്നാലും ഞാൻ കണ്ണടച്ച് കളഞ്ഞേക്കാം, പ്രോമിസ്. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ണടച്ച് കളഞ്ഞേക്കുമെന്ന് താൻ കരുതണ്ട. സിൻസിയറായിട്ടൊന്നും ഉറങ്ങാൻ കൂടി പറ്റുന്നില്ല. ഹലോ, യെസ്. ആ, ട്രിവാൻഡ്രത്തേക്കുള്ളതെല്ലാം ഇന്നലെ ഡിസ്പാച്ച് ചെയ്തല്ലോ. എന്തു ആ, ഇതെന്താണോ? ഇല്ല. ആ ആ, ഇന്നലെ അയച്ചല്ലോ. ഇന്ദുനോടും സംസാരിക്കട്ടെ. ഒന്ന് ഉണ്ടായിരിക്കെ. അയ്യോ, നിങ്ങളെയല്ല, സോറി. ആ ആ ആ, ഒന്ന് അടങ്ങിയിരിക്കും ഉണ്ണികൃഷ്ണ. നിക്ക്, തരാൻ പറഞ്ഞില്ലേ? ഞാനാണെന്ന് പറഞ്ഞാൽ മതി. എന്തിനൊന്ന് വിളിക്കണേ. ദേ ഇവിടെ ഒരാള് കയറ് പൊട്ടിക്കുക. ആ ആ, ഉണ്ണികൃഷ്ണന്റെ വൈഫ്. അതെ. ഹലോ, ആ ഞാനാ ഇന്ദു. പിന്നെ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെല്ലാം ശരിയായി. ഇന്ദു ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ 2 ദിവസത്തിൽ ഇവിടെ അങ്ങോട്ട് വരട്ടാ. വേണ്ട വേണ്ട, ലീവ് നടക്കണ്ട. ഇപ്പൊ തന്നെ ഉണ്ണിയേട്ടന് ലീവ് ഒരുപാടായില്ലേ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ നിന്ന് ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഏട്ടാ? അശ്വതി, അശ്വതി അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ണേഷ്ണ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇവിടുന്ന് ഓടിക്കാനൊന്നും ശ്രമിക്കണ്ട. ഒന്ന് വേഗം പറഞ്ഞോളേക്ക്. അശ്വതി ഇവിടുന്ന് ഒഴിവാക്കി സൂപ്രണ്ടായി ഇവിടെ ഞെളിഞ്ഞിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. ഇത് ചതിവായി പോയി കേട്ടോ. ആത്മാർത്ഥ സുഹൃത്തിന്റെ ഗുണം കണ്ടല്ലോ. ഒരു പാത്രത്തിൽ ഊണ് കഴിച്ച് ഒരു പായി കിടന്നുറങ്ങി. എന്നിട്ടിപ്പോ എന്തായി? സ്വന്തം ഭാര്യയുടെ കാര്യം വന്നപ്പോ പായും പാത്രമൊക്കെ രണ്ടായില്ലേ? നീ ഇവിടെ ഇങ്ങനെ കലി തുള്ളാൻ വേണ്ടി മാത്രം എന്താ ഉണ്ടായത്? ഏതോ ഒരു അലവലാതി രാഷ്ട്രീയക്കാരൻ അവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവർക്ക് പ്രൊമോഷൻ അവിടെ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇനി അവൾക്ക് പ്രൊമോഷൻ കിട്ടുന്നവരെ ഞാൻ കാത്തു നിൽക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എനിക്ക് അർഹതപ്പെട്ട പ്രൊമോഷനാ അവള് തട്ടിയെടുക്കാൻ പോകുന്നത്. അവൾക്ക് എല്ലാത്തിനും അവളുടെ ഭർത്താവ് കൂടെ ഉണ്ട്. ഇവിടെ എനിക്ക് എന്റെ കാര്യം അതാണോ? ആ, എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട്? അവളെ കല്യാണം കഴിച്ചതൊരാണാ, എന്തിനും പോകുന്നൊരാണ്. ഇവിടെ വേണ്ട, നീ ഇനി പറയാൻ പോകുന്ന എന്തായാലും അത്രയ്ക്ക് ഡ്യൂക്കിയൊന്നും അല്ല ഞാൻ. എന്നെ അങ്ങനെ ഡ്യൂക്കി ആക്കാമെന്ന് കരുതേം വേണ്ട. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. നിനക്ക് കാണണോ? കാണണോന്ന്. എന്റെ കയ്യിലുണ്ടടി ചില രാഷ്ട്രീയക്കാരൊക്കെ. ഒരു കാര്യം പറയാനാ. കാശിന്റെ കാര്യത്തിലല്ലേ? അമ്മാനെന്റെ അപ്പ കാശില്ലാഞ്ഞിട്ട് അതിനെ തരാം. കാശിന്റെ കാര്യം പറയാനല്ല. നീ അവിടെ നിന്ന് കാര്യം പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് വരണ്ട. നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടും. ശരി ശരി, ഞാൻ അടുത്തേക്ക് വരുന്നില്ല. അതെ, രാഷ്ട്രീയ ലെവലില് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അന്നാണ് നിനക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. വെറുതെ ഒരു ഓട്ടം വേസ്റ്റായി. എന്താ പറ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. നീ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിക്കാം. പറ. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. അന്നാ നമുക്ക് ആ സർവത്തേടയുടെ അവിടെ എന്ന് പറയാം. അങ്ങോട്ട് അപ്പുറത്തറിയോ? ആ നേതാവ് കണാരനെ വെച്ചാണ് ബാലു ഈ കളി മുഴുവൻ കളിക്കുന്നത്. അയാളെ എങ്ങനെയെങ്കിലും നമ്മുടെ പക്ഷത്താക്കണം. നീ വിചാരിച്ചാൽ സാധിക്കും. അതൊക്കെ നിസ്സാരമായി സാധിക്കും. ഓഹോ, രാഷ്ട്രീയ സിംഹമാണ് അയാൾ. എളുപ്പത്തിലൊന്നും ഒതുക്കാൻ പറ്റൂല. ഓഹോ, താനും സിംഹവുമായിട്ട് എങ്ങനെയാണ്? നല്ല കണക്ഷനിലാണോ? പിന്നെ കണക്ഷൻ ഇല്ലാതിരിക്കോ? സംഗതി 2 ഗ്രൂപ്പ് ആണെങ്കിലും ഞങ്ങൾ ഒരു പാർട്ടിയല്ലേ. താൻ അയാളോട് ഞങ്ങളെ രണ്ടുപേരെയും പറ്റി പുകഴ്ത്തി പറയണം. ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരാണെന്നും അയാളുടെ ഗ്രൂപ്പുകാരാണെന്നും പറയണം. വേണമെങ്കിൽ നീയും അയാളുടെ ഗ്രൂപ്പിൽ ചേർന്നു. നമ്മുടെ കാര്യം നടന്നിട്ട് ഗ്രൂപ്പ് മാറാം. ഒരു വാഗ്ദാനവും ഇല്ലാതെ അയാളുടെ ഗ്രൂപ്പിൽ ഞാൻ എങ്ങനെ വരും? പോട്ടെ, ഒരു ത്യാഗം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. എന്നിട്ടെന്തുവാ? അയാളെ മയക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ വീഴ്ത്തിയെടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു. എന്റെ ഭാര്യയുടെ പ്രൊമോഷൻ മാത്രമല്ല, ഇവന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ സാധിച്ചെടുക്കും. അതിനയാളെ വീഴ്ത്തിയേ പറ്റൂ, എന്ത് ചെയ്തിട്ടായാലും. അതിനൊരു മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ടേ കഴിയൂ. കൃഷ്ണ,
കൈ കാര്യമായിട്ട് ചെയ്തേക്ക്. ആ, ഇതൊരു കയ്യല്ലേ ഉള്ളൂ, അപ്പൊ മറ്റേ കയ്യോ? മറ്റേ കൈ പിന്നാലെ വരും. ആദ്യം നീ ഇതൊക്കെ ഒന്ന് ശരിയാക്ക്. ഇയാൾ എന്താ ചെയ്യാൻ പോണെന്ന് പറ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ?